ചെയർമാൻ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ പുൽവേരുകൾ വരെ എത്തി നിന്ന കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം ഒരുപാട് പേരുടെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മളിവിടെ കാണുന്ന ഈ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ പിന്നിൽ വച്ചിരിക്കുന്ന ഈ ചിത്രത്തിലെ ചെലവൂർ വേണുവിനെ പോലെ, ഒരുപക്ഷെ ഗാന്ധിമതി ബാലനെ പോലെ, ഗാന്ധിമതി ബാലൻ മറ്റൊരു ഈ ഫെസ്റ്റിവലിന്റെ നടുനായകത്വം വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ചെലവൂർ വേണുവേട്ടൻ നമുക്കൊക്കെ അറിയാം, കേരളത്തിൽ ഈ ഒരു ഫിലിം സൊസൈറ്റി ഒരു ജനായത്ത പ്രസ്ഥാനമാക്കി നിലനിർത്തിക്കൊണ്ട് കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായി ഒരു രാജ്യാന്തര തലത്തിലുള്ള ചലച്ചിത്രോത്സവം എങ്ങനെ സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് നമുക്ക് കാട്ടിത്തന്ന, ചരിത്രത്തിൽ അങ്ങനെയുള്ള നിമിഷങ്ങളെ സമ്മാനിച്ചുകൊണ്ട് കടന്നുപോയ ഒരുപാട് മനുഷ്യരുടെ കൂട്ടായ്മയാണ് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള അതിശക്തിമത്തായ, ആർക്കും തള്ളിക്കളയാൻ കഴിയാത്ത കേരളത്തിലെ ഒരു വലിയ സാംസ്കാരിക ഇടപെടലായി IFFK നിലനിർത്തുന്നത്. ഇന്ന് വളരെ നമുക്കറിയാം, ഒരു 1994 ഈ ഒരുപക്ഷെ ഈ മേള ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഒരു 100 ചിത്രങ്ങൾ നമ്മുടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്നടക്കം എത്തിച്ചുകൊണ്ടാണ് ഈ മേളയെ നമ്മൾ ആരംഭിക്കുന്നത്. ഇന്ന് ഓരോ വർഷവും വിവിധ രാജ്യങ്ങളിലുള്ള ഏറ്റവും മികച്ച രാജ്യാന്തര ചലച്ചിത്ര സർക്യൂട്ടിലെ ഏറ്റവും മികച്ച ചലച്ചിത്രങ്ങൾ വിവിധ ചലച്ചിത്രോത്സവങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനിതമാവുകയും ഏറ്റവും നല്ല റിവ്യൂസ് ലഭിക്കുകയും ചെയ്യുന്ന ചലച്ചിത്രങ്ങളെ ഈ മേളയുടെ ഭാഗമാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മൾ ലാറ്റിൻ അമേരിക്കൻ സിനിമയുടെ പാക്കേജിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഫെസ്റ്റിവൽ ഫേവറിറ്റ്സ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു എക്സ്റ്റെൻഡഡ് കാറ്റഗറി, നമ്മൾ കഴിഞ്ഞ വർഷം മാസ്റ്റർ മൈൻഡ്സ് എന്ന് പറഞ്ഞ വേൾഡ് മാസ്റ്റേഴ്സിൻ്റെ സിനിമയായിരുന്നെങ്കിൽ ഇത്തവണ കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയെ നമുക്ക് ഈ മേളയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ സിനിമയുടെ പെണ്ണോട്ടങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫീമെയിൽ ഗെയ്സ് എന്ന പാക്കേജ് ഒരു സീരീസായി കഴിഞ്ഞ വർഷത്തെ പോലെ ഈ മേളയിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കൻ സിനിമയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രങ്ങൾ അവിടെ നിന്ന് തന്നെയുള്ള ക്യൂറേറ്ററായിട്ടുള്ള ഫെർണാണ്ടോ ബെർണറുടെ സഹായത്തോടെ നമുക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വൈവിധ്യപൂർണമായ ഉള്ളടക്കത്തിൽ, ആവിഷ്കാരത്തിൽ വളരെ വ്യത്യസ്തത പുലർത്തുന്ന ചലച്ചിത്രങ്ങളുടെ ഒരു കൂട്ടം നമുക്ക് ഈ മേളയിൽ എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ കുറെ കൂടി, മുൻവർഷങ്ങളിലൊക്കെ പലപ്പോഴും ഓപ്പൺ ഫോറങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നതിലും വളരെ സജീവമായി സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓപ്പൺ ഫോറങ്ങളെ ശക്തിമത്തായി നിലനിർത്തുന്നതിന് ഇവിടെ എല്ലാ മേഖലയിൽ നിന്നുള്ള, എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ഡെലിഗേറ്റ്സുകളുടെ ഒരു പാർട്ടിസിപ്പേഷൻ, ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞ കോവിഡാനന്തരം നമ്മുടെ മേളയിൽ കണ്ടുവരുന്ന ഒരു തലമുറ മാറ്റത്തിൻ്റെ പ്രാതിനിധ്യം കൂടി ഇതിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അതിനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും FFSI സ്വീകരിക്കുന്ന എല്ലാ പരിശ്രമങ്ങൾക്കൊപ്പം ചലച്ചിത്ര അക്കാദമി ഉണ്ടാകും. ഇന്നു മുതൽ ഈ മേള അവസാനിക്കുന്നത് വരെ നമുക്ക് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടിയുള്ള സംഭാഷണങ്ങൾ നടത്താൻ, പരസ്പരമുള്ള ആശയവിനിമയത്തിന്, സംവാദത്തിനുള്ള ഇടമായി ഈ ഒരു ഓപ്പൺ ഫോറം മാറും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും.